ഹായ് ഗൈസ്, ദിസ് ഈസ് കോ. രാവിലെ നല്ല മഴയായിരുന്നു. മഴയെ കഴിഞ്ഞ് അന്തരീക്ഷം തെളിഞ്ഞിട്ടുണ്ട്. അച്ചങ്കല്ല് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടമുണ്ട്. ചെറുപുഴ കുറച്ചപ്പുറമാണ്, മാലോത്തിനടുത്ത്. എന്നാൽ പിന്നെ ഇന്ന് നമുക്ക് അങ്ങോട്ടേക്ക് വിടാം. പോയി നോക്കിയിട്ട് അങ്ങനെയുണ്ട് വെള്ളച്ചാട്ടം. നമ്മളെ പോലെ ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് പ്ലേസ്. അങ്ങനെ പാർക്കിങ്ങിനായിട്ട് വലിയ സ്ഥലമൊന്നുമില്ല, വഴി തന്നെ. വഴിയുടെ വശങ്ങളിൽ പാർക്ക് ചെയ്യുക, നല്ല രീതിയിൽ പാർക്ക് ചെയ്യുക. എന്നൊക്കെ അങ്ങോട്ടേക്ക് പ്രത്യേകിച്ച് അങ്ങനെ പാർക്കിങ്ങൊന്നുമില്ല. പിന്നെ സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ നോക്കാനൊന്നും ആളൊന്നുമില്ല. കാരണം ഇതൊരു പെയ്ഡ് സർവീസുള്ള സ്ഥലമല്ല. എൻട്രി തികച്ചും ഫ്രീ ആണെന്നാണ് അറിഞ്ഞത്. നോക്കാം. ഇതുണ്ട് ഈ പാലത്തിലിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊക്കെയുള്ള സ്ഥലപ്പേരുകളാണ്, തൊട്ടത് സ്ഥലങ്ങളാണെന്നാണ് അപ്പുറത്തെ അവർ പറഞ്ഞത്. കുട്ടഞ്ചേരി അങ്ങനെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ സ്ഥലങ്ങളാണ്. ഇത് വായിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നീട് നേരെ കാണുന്നതാണ് വെള്ളച്ചാട്ടം. അതിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കാം. നമുക്കൊന്ന് കയറി നോക്കിയിട്ട് വരാം. രണ്ട് കടയുണ്ട്. കടയുടെ സൈഡിൽ കൂടാണ് വഴി മേലേക്ക്. ട്രെക്കിങ്ങിനായിട്ട് സ്ഥലമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് വരിക, വെള്ളച്ചാട്ടത്തിലേക്ക് പോവുക. എനിക്ക് വെള്ളം ഇങ്ങനെ അടിച്ചു വരുന്നുണ്ട്. മഴയല്ല കേട്ടോ, അതിൻ്റെ വെള്ളം തെറിക്കുന്നതാണ്. അത് സൂപ്പറായിട്ട് മേടിക്കുന്ന സ്ഥലം. തിരക്കൊന്നുമില്ല കേട്ടോ. ഇന്ന് വീക്കെൻഡൊന്നുമല്ലല്ലോ. ഇന്നലെ ഞായറാഴ്ച നല്ല തിരക്കാരെന്ന് പറഞ്ഞിരുന്നു. എന്തായാലും അടിപൊളി. വരേണ്ട സ്ഥലം. ഇത് കാറ്റടിച്ച് കയറുന്നുണ്ടോ? കാറ്റുള്ളത് അത് പെട്ട് വെള്ളം തിരിച്ചു വരുന്നതാണ്. സൂപ്പറാണ്. മൊത്തം നനഞ്ഞു, ഞാനും നനഞ്ഞു. വെള്ളം പോകുന്നുണ്ടോ? അന്തരീക്ഷത്തിലൂടെ സൂപ്പർ. മൊത്തം നനഞ്ഞു. മഴ പെയ്തലായിപ്പോയി. അതൊന്നും തോന്നില്ല, പക്ഷേ ഇപ്പം അടിക്കുന്ന വെള്ളം മൊത്തത്തിൽ നനഞ്ഞു കേട്ടോ. ഞാനും ക്യാമറയും എല്ലാം. ഫീല് അത് അടാറ്. ഇത് സൂപ്പറാട്ടോ, അടിപൊളി. നല്ല തണുത്ത വെള്ളം, കുളിക്കാൻ പറ്റും, ഇറങ്ങി കുളിക്കാം. അവിടെ വെള്ളത്തിൽ ഇങ്ങനെ ഇരിക്കാൻ കുറേ നേരമാണെങ്കിൽ സൂപ്പർ, അടിപൊളി സെറ്റപ്പ്. അച്ചങ്കല്ല്, കല്ലിൻ്റെ പേരായിരിക്കണം ചിലപ്പോൾ അച്ചങ്കല്ലെന്ന്. അച്ചങ്കല്ല് വെള്ളച്ചാട്ടം എന്തായാലും സൂപ്പർ. എൻട്രി ഫ്രീ, അത് ആളൊന്നുമില്ല. ഒന്ന് ആഘോഷിക്കാൻ പറ്റിയ സ്ഥലമാണ്. സാധാരണ വെള്ളച്ചാട്ടം പോലെ വലിയ കുഴികളാണ് നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങാം. ഇതിങ്ങനെ ഇറങ്ങിപ്പോകാൻ വെള്ളത്തിലേക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, കുഴിയൊന്നുമില്ല. മറ്റുള്ള വെള്ളച്ചാട്ടം പോലെ വലിയ ഗർത്തങ്ങളൊന്നുമില്ല. അതിൻ്റെ അടിയിൽ വരെ പോവാം. അതൊക്കെ കാണാൻ പറ്റും. കല്ലുകൾ നിൽക്കുന്നു. അതിങ്ങനെ എന്നാൽ മൊത്തം നനയും. രക്ഷയില്ല തണുപ്പ് കേട്ടോ. തണുപ്പ് നോക്കി വെള്ളം അടിച്ച് കയറുക. ക്യാമറയൊക്കെ എങ്ങനെ ആവും. നനഞ്ഞാർന്ന് ഞാൻ ഒരു ചായ കുടിച്ചിരിക്കുക. പാളൊന്നുമില്ല, പക്ഷെ ഒന്ന് രണ്ട് പേരൊക്കെ വരുന്നുണ്ട്. ഞാനുണ്ട് നോക്കാം, ഒരു കയറി പോകുന്നുണ്ടോന്ന്. അവർ മുകളിലേക്ക് കയറി. എന്നാൽ പിന്നെ ഒന്ന് കയറി നോക്കിയിട്ട് വരാം. അവരോട് അരമാതിക്കുന്നുണ്ട് കേട്ടോ. ആരാണെല്ലാം ചാടും. ഒരു 4 പേരുന്നുണ്ട്. അടിപൊളിയ. തിരക്കൊന്നുമില്ലല്ലോ. നോക്ക്, അങ്ങ് വരെ പോവാം. അവരടിച്ചു കൊടുക്കുന്നുണ്ട്. സ്ഥലം എന്ന് പറയുന്നത് മാലോത്തിനടുത്ത്. இந்த സ്ഥലത്തിൻ്റെ കൃത്യമായ റൂട്ടും ഡിസ്ക്രിപ്ഷൻ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അങ്ങനെ നോക്കിയിട്ട് വരിക. ഇവിടെ ഫ്രീ ആണ്. വീക്കെൻഡ്സിൽ തിരക്കുണ്ടാകും, വീക്ക് ഡേയ്സിൽ വലിയ തിരക്കൊന്നുമില്ല. പക്ഷേ ഒന്നും വരേണ്ട സ്ഥലം തന്നെ കേട്ടോ. മനുഷ്യൻ്റെ സമയത്ത് തന്നെ വരണം. അടിപൊളി, സൂപ്പർ എക്സ്പീരിയൻസാണ്. ഞാൻ അതിനകത്ത് കുളിക്കാം, വെള്ളത്തിലിറങ്ങാം, ഇങ്ങനെ വെള്ളത്തിൽ കളിക്കാം, എന്ത് ചെയ്യാം. വീക്കെൻഡ്സിൽ പ്ലാൻ ചെയ്യാം. മഴക്കാലത്ത് തന്നെ വരണം. എന്നാൽ പിന്നെ ഓക്കെ, ബൈ ബൈ.